ഓൾ, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ മുംബൈ വ്ളോഗിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുംബൈയിൽ എൻ്റെ ഒരുപാട് റിലേറ്റീവ്സൊക്കെ ഉണ്ട്, അവരൊക്കെ കാണണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഏച്ചിയും ഞാനും ഏട്ടനും ഇഷാനും ഏച്ചിൻ്റെ മോളും കൂടി ഒരു ഊബറും പിടിച്ച് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീടുണ്ട് മുംബൈയിൽ. അപ്പോൾ ഞങ്ങൾ അവിടത്തേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ലിഫ്റ്റൊക്കെ കയറിയതാണ്, ആൻറ്റീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ആൻറ്റിയും ആൻറ്റീൻ്റെ മക്കളാണ് ഇപ്പം മുംബൈയിലുള്ളത്. അപ്പോൾ ആൻറ്റി നമുക്ക് വേണ്ടി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നൈറ്റിലായിരുന്നു പോയിട്ടുണ്ടായത്. അപ്പോൾ ഇതേ ഈ വീഡിയോയിൽ കാണുന്നതാണ് എൻ്റെ ആൻറ്റിയും ആൻറ്റീൻ്റെ ഇളയ മോളും. മൂത്ത ആൾ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ച് അവിടെ ഇരുന്നതിന് ശേഷം അതാ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് മെല്ലെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ അവിടെ നിന്ന് നമ്മൾ ഒരുപാട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം എപ്പോഴെങ്കിലാണല്ലോ നമുക്ക് അവരൊക്കെ ഒന്നിച്ച് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സമയം കുറച്ച് നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് വീഡിയോസൊന്നും അധികം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇതാ നെക്സ്റ്റ് ഡേ നമ്മൾ എൻ്റെ അമ്മയുടെ കുറേ അമ്മാവന്മാർ മുംബൈയിലുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ അമ്മേൻ്റെ ഒരു മാമനാണിത്, രാജീവ് എന്നാണ് പേര്. അപ്പോൾ മാമൻ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പം നേരെ പോകുന്നത് മാമൻ്റെ വീട്ടിലേക്കാണ്. മാമൻ്റെ വീട്ടിൽ മാമനും അമ്മായിയും പിന്നെ മക്കളാണുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി ഒരു ജ്യൂസൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് മാമൻ പറഞ്ഞത് നമുക്കിന്ന് ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്നുള്ളത്. അപ്പോൾ മാമൻ ഞങ്ങളെ കൂട്ടി ലഞ്ച് കഴിക്കാനായിട്ട് പുറത്ത് പോകാൻ പ്ലാനൊക്കെ ചെയ്ത് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ മാമൻ്റെ ഫ്ലാറ്റിന് താഴെ പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ മോക്കും ഇഷാനും കളിക്കണം എന്നൊക്കെ പറഞ്ഞ് താഴെ വന്ന് കളിച്ചു കുറച്ച് നേരം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പൂളിൻ്റെ സൈഡിലൊക്കെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ അവിടുന്ന് മെല്ലെ ഇറങ്ങി ഘൻസോളി ഭാഗത്തായിരുന്നു മാമൻ ഞങ്ങളെ കൂട്ടി ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായത്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിനകത്ത് കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം റിലയൻസിൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ. ഇത് റിലയൻസിൻ്റെ വിസിറ്റർ കാർഡാണ്. അപ്പോൾ സാറ്റർഡേസിൽ റിലയൻസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഫാമിലീസിന് അവർക്ക് അവിടെ കൊണ്ടുപോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയതൊരു സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ മാമൻ പറഞ്ഞു റിലയൻസിൻ്റെ അകത്തൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി 2-3 തവണ പോയിട്ടുണ്ട്, ഏട്ടൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഏതായാലും ആ ഒരു ഭാഗത്തേക്ക് പോയതുകൊണ്ട് തന്നെ കണ്ടിട്ട് വരാമെന്ന് തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾ കുറേ പേരുണ്ടായതുകൊണ്ട് വിസിറ്റർ പാസ്സൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ റിലയൻസിൻ്റെ അകത്ത് കയറിയിട്ടാണുള്ളത്. റിലയൻസ് കോപ്പറേറ്റീവ് പാർക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ ജിയോൻ്റെ ഓഫീസും അങ്ങനെ കുറേ മാമൻ കാണിച്ചു തന്നു. ഇനി ഏതായാലും നിങ്ങൾ റിലയൻസിൻ്റെ അകത്ത് കണ്ടിട്ട് വാ.
ഈ ഒരു റിലയൻസിൻ്റെ അകത്ത് ഒരുപാട് നേരം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ അതിനകത്തായിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ നടന്ന് കണ്ടു. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അമ്പലവും പിന്നെ എന്താ പറയുക ഡേ കെയറും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. അപ്പോൾ ഇതാ നമ്മളുടെ മുംബൈയിലുള്ള ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ ഇതൊക്കെ. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, എന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാലും ഇവരെല്ലാവരും കാണാൻ പറ്റിയതിൽ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് മനസ്സിലുണ്ടായ ഒരു കാര്യമായിരുന്നു നാട്ടിലത്തെ KFC ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ മുംബൈയിൽ നിന്ന് ആ ഒരു ദിവസം രാത്രിയിൽ ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോയപ്പം KFCയിൽ കയറിയിട്ടുണ്ടായിരുന്നു. നാട്ടിലത്തെ KFC ഒക്കെ കഴിച്ചു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മളുടെ മുംബൈ വീഡിയോ വന്നിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളേതായാലും ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. നാട്ടിൽ നിന്നുള്ള വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും ബൈ, ഹാവ് എ ഗുഡ് ഡേ.